ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള പെരിയാർ റിസർവ് ഫോറസ്റ്റിലാണ്. അവരുടെ പെരിയാർ തൊണ്ടയാർ ഹൈക്കിങ്ങിനാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ടൈഗറിന്റെ പക്മാർക്കും കൂടെ ആനകളെയും ആനക്കുട്ടികളെയും അതേപോലെ കാട്ടിലെ കൊമ്പനെയും കൂടാതെ കേരളത്തിന്റെ ദേശീയ പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെയും അതുപോലെ കാട്ടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഗോറിനെയും കാണാൻ സാധിച്ചു. എങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഈ കയറി ചെല്ലുന്നത് മന്നാർക്കുടി എന്ന് പറഞ്ഞ ചെറിയൊരു ട്രൈബൽ വില്ലേജിലേക്കാണ്. ടൈഗർ റിസർവ് ഫോറസ്റ്റിന് മുമ്പായിട്ടുള്ളൊരു ചെറിയ ട്രൈബൽ വില്ലേജ്. ഇവിടെ മുതൽ നോർമൽ സിവിലിയൻസിന് അകത്തേക്ക് പ്രവേശനമില്ല. പെരിയാർ തൊണ്ടയാർ ട്രക്കിംഗ് എടുത്തവർക്ക് മാത്രമാണ് ഇനി അകത്തേക്ക് പ്രവേശനം. വലത്തെ വശത്തായ ഒരു വീട്ടിൽ കുറച്ച് പെയിന്റിങ്സ് കാണാം. ബീച്ചസ് അല്ലെങ്കിൽ അട്ട, അതിന്റെ കടി അവോയ്ഡ് ചെയ്യാനായിട്ട് ആ കാണുന്ന കടയിൽ നിന്നും ഒരു തരം പൊടി കിട്ടും, ടുബാക്കോ പോലെ. 45 രൂപയാണ് പെർ പാക്കറ്റിന് വില. ഞങ്ങൾ അതിന്റെ 2 പാക്കറ്റ് വാങ്ങി, ഓരോ പാക്കറ്റ് വീതം 2 പേർക്ക്. കുറച്ചു നടന്നപ്പോൾ തന്നെ ഒരു ട്രെഞ്ചിന്റെ അടുത്തെത്തി. വന്യമൃഗങ്ങൾ ട്രൈബൽ വില്ലേജിലേക്ക് കയറാതിരിക്കാനായിരിക്കണം ആ ട്രെഞ്ച് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അധികം നടക്കാതെ തന്നെ ഉൾക്കാട്ടിലെത്തിയ ഒരു പ്രതീതി. പക്ഷേ ഉൾക്കാട് കയറാൻ ഇനിയും സമയമുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ചെറിയ അരുവി. ഏതൊരു കാട് കയറുന്നതിന് മുമ്പും അവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ് ഉണ്ട്. അതിവിടെയുമുണ്ട്. വന്യമൃഗങ്ങളെ ട്രൈബൽ വില്ലേജിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കവചം മാത്രമാണ്. ലീച്ചസ് അഥവാ അട്ടകൾ, അവയെപ്പറ്റി ഓർക്കുന്ന താമസം മാത്രം. അപ്പോഴേക്കും അവ പലരുടെയും കാലുകളിൽ കയറി തുടങ്ങിയിരുന്നു. നമ്മുടെ കൂടെ വന്ന ഗൈഡായിട്ടുള്ള പ്രഭുസാറാണ് ഈ പൊടി എങ്ങനെ കറക്റ്റായി വിതരണമെന്ന് മനസ്സിലാക്കി തന്നത്. ഓൾറെഡി എൻ്റെ ലീച്ച് സോക്സിലും ഷൂസിലും ആ പൊടി വിതറിയിരുന്നു. ഞങ്ങൾ ടോട്ടലി 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ 2 ഗൈഡ്സും അതേപോലെ ഒരു ആംഡ് ഫോറസ്റ്റ് റേഞ്ചറുമാണ് കൂടെ ഉള്ളത്. ട്രക്കിങ്ങിന്റെ ആദ്യ ആരംഭം തന്നെ 2 ബ്ലൂ മിൽക്ക് വീൽ ബീറ്റൽസിനെ കണ്ടുകിട്ടി. സ്വോളിസ്റ്റ് ആയിട്ടുള്ള കാർത്തിക് ബ്രോയും ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആകാശ് ബ്രോയും കാണാതെ താമസമാണ്. അട്ടയുടെ ശല്യം ഒഴിവാക്കാനായി പലരും പല മെഷേഴ്സും എടുത്തു തുടങ്ങിയിരുന്നു അപ്പോഴത്തേക്കും. എന്നാൽ അതിനു മുമ്പേ അട്ടകൾ പൊടിയെ പയറ്റി ദേഹത്ത് കയറി തുടങ്ങുകയും ചെയ്തിരുന്നു. പിന്നൊരു കാര്യം പറയട്ടെ, അട്ടശല്യം അത്യാവശ്യം രൂക്ഷം തന്നെയാണ്. ഈ പാറയിൽ കാണുന്ന ആൽഗെ ടിപ്പിക്കലി ഒരു ലീച്ചാണ്. അതായത് ആൽഗയും ഫംഗയും കൂടെ കോമ്പോസിറ്റ് ആയി ഫോം ചെയ്യുന്ന ഓർഗാനിസം. ഇത് കൂടുതലായി കാണുന്ന എയർ ക്വാളിറ്റി നല്ലുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു. അതിശയം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ആദ്യത്തെ ടൈഗറിന്റെ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ പക്ക് മാർക്ക് ആദ്യം തന്നെ കിട്ടി. എല്ലാവരും കൗതുകത്തോടെ തന്നെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഉള്ളിൽ ഭയവും ഉടലെടുത്തിരുന്നു. കൂടുതൽ നേരം നിന്നാൽ അട്ട ദേഹത്ത് കയറും എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ നീങ്ങി തുടങ്ങി. ദാഹം ശമിപ്പിക്കാനായി ദാഹശമനി എന്ന പോലെ അട്ടയെ ശമിപ്പിക്കാനായി ആ പൊടി അങ്ങനെ വീണ്ടും വിതറി തുടങ്ങി. അങ്ങനെ മനസ്സില്ലാ മനസ്സോറെ ആ ടൈഗറിന്റെ പക്മാർക്കും വിട്ട് നറം തുടങ്ങി. കുറച്ചു മുകളിലായി അരുവേറെത്തിയപ്പോൾ വീണ്ടും ടൈഗറിന്റെ പക്മാർക്സ് കാണാൻ ഇടയായി. അപ്പോൾ അതുവഴി ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ടൈഗർ പോയിരിക്കുന്ന സ്ട്രീം വഴി മുന്നിലേക്കാണ്. നടന്ന് കുറെ അകന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും വയറ്റിൽ കാടൻ കയറി തുടങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കിട്ടിയത് ഒരു പഴവും ഒരു മൂസമ്പിയും ഒരു ആപ്പിളുമാണ്. അത് കഴിച്ച് വിശപ്പകറ്റി. അടുത്ത് തന്നെ മറ്റൊരു സന്തോഷ വാർത്ത, ദ ഗ്രേറ്റ് ഹോൺബിൽ അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പൽ അടുത്ത് തന്നെ എവിടെയോ ഉണ്ട് എന്ന് കാർത്തിക് ബ്രോ മനസ്സിലാക്കി തന്നു. ഇനി കുറച്ചു നേരം കാടിന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ?
ഇദ്ദേഹമാണ് നമ്മുടെ കൂടെ വന്ന ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ. ഇതിലിരിക്കുന്നത് ഒരു 12 ഗേജിന്റെ പമ്പ് ആക്ഷൻ ഷോട്ട് ഗൺ ആണ്. ഇനി ഹൈക്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയി തന്നെ പറയാം. നമ്മൾ നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ വൺ ഓഫ് ദി ഫേമസ് ടൈഗർ റിസർവിലാണ്. ബോർഡർ ഹൈക്കിംഗ്, തൊണ്ടിയാർ എന്ന ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാമാണ്. ഇതൊരു ഫുൾ ഡേ ഹാർഡ് ട്രക്കിംഗ് പ്രോഗ്രാം തന്നെയാണ്. ബിഗിനേഴ്സിന് അത്ര റെക്കമെൻഡഡ് അല്ലെങ്കിലും അത്യാവശ്യം ഫിസിക്കൽ മൂവ്മെന്റ് ഉള്ളവർക്ക് ഉറപ്പായും കയറാൻ പറ്റുന്ന ട്രക്കിംഗ് തന്നെയാണത്. അപ്പ് ആൻഡ് ഡൗൺ മൊത്തത്തിൽ ഏകദേശം 14 കിലോമീറ്റർ ആണ് ഹൈക്കിങ്ങിനായിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കുമളി ടൗൺ ആണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഈ റൂട്ട് പാസ് ചെയ്യുന്നത് പല ടെറൈൻസിലൂടെയാണ്. 900 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് മുതൽ 1300 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് വരെ ഈ ട്രക്കിങ്ങിൽ എത്താൻ സാധിക്കും. പെർ ഹെഡിന് 2000 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 2 പേരുടെ ഫീ ഇറക്കുകയാണെങ്കിൽ ഒരാൾക്കായിട്ടും ഈ ട്രക്കിംഗ് അവൈലബിൾ ആണ്. അതേപോലെ സൂചിപ്പിക്കട്ടെ, ഓൺലൈൻ വഴി മാത്രമേ ഈ ഒരു ഹൈക്കിങ്ങിനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കിംഗ് സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. കൂടാതെ ഇവരിൽ നമുക്ക് ലീച്ച് സോക്സും പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ആ കാണുന്ന ബാഗും പ്രൊവൈഡ് ചെയ്യും. ഇത് വൺ ഓഫ് ദി വ്യൂ പോയിന്റ് ആണ്. ഇടത്തെ സൈഡിൽ കാണുന്ന കുമിളി ടൗണും അതിൻ്റെ അപ്പുറം കാണുന്ന മലകളിലൂടെയാണ് ബ്രാൻഡിപ്പാറ ട്രക്കിംഗ് നടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അകത്തോട്ട് വന്നുവെങ്കിലും റേഞ്ചിന് വലിയ ക്ഷാമമൊന്നുമില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ കട്ടാവുകയും ചെയ്യുന്നു. ഞങ്ങൾ ഹൈക്കിങ്ങിന് പോയത് മെയ് മാസം അവസാന വാരമായിരുന്നു. മഴ പെയ്യുമെന്ന് നന്നേ പ്രതീക്ഷിച്ചു. പക്ഷേ മഴ പോയിട്ട് കോട പോലും കാണാനുള്ള യോഗമുണ്ടായില്ല. ഇനി ഞങ്ങൾ ഹൈക്ക് ചെയ്ത് ആ കാണുന്ന മലയിലൂടെയാണ് പോകുന്നത്. പെട്ടെന്ന് ഒരാളെ കണ്ണിൽ കിട്ടി. മറ്റാരുമല്ല, ഒരു ആന. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് വെച്ചങ്ങ് പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റ് 2 പേരെ കാണാൻ ഇടയായി. അതെ, ദ ഗ്രേറ്റ് ഹോൺബിൽസ്. കാര്യമായ ശബ്ദം അവയൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും S24 അൾട്രയുടെ ഒപ്റ്റിക്കൽ സൂമും സെൻസർ സൂമും എല്ലാം വെച്ച് മാക്സിമം വിഷ്വൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു. ആ കാണുന്നത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് കടുവ പിടിച്ച ഇന്ത്യൻ ബൈസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഗോർ എന്ന കാട്ടയുടെ തലഭാഗവും കൊമ്പുമാണ്. അവിടെ ഇവിടെയായി അതിന്റെ ബാക്കി എല്ലും കഷ്ണങ്ങളും കാണാം. സിദ്ധാർത്ഥ് ബ്രോ അതെടുത്ത് പല രീതിയിൽ പരീക്ഷിച്ചു. സത്യം പറഞ്ഞൊരു കാട്ടാളൻ ലൂക്കാനായിപ്പോയി. ആദ്യമേ കരുതി അതൊരു പന്നി ദുരന്താണ്. എന്നാൽ വേലിന്റെ സഹായത്താലാണ് മനസ്സിലായത് വണ്ടിനെ ഭക്ഷണമാക്കാനായി കരടി തുരന്നതാണെന്ന്. തൊട്ടടുത്ത് തന്നെ കടുവയുടെ സ്കാറ്ററിങ്സും കാണാം. നല്ല കാറ്റുള്ളതിനാൽ അത്ര വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. പക്ഷേ നല്ല UV ഉള്ളതായി മനസ്സിലാകും. തൽക്കാലത്തേക്ക് വിശ്രമിക്കാനായി ഇവിടെ ഇരിക്കുന്നു. ഇനി പോകുന്നത് ആ കാണുന്ന മലയിലൂടെയാണ്. ആ കാണുന്ന മലയിലാണ് ആനയും സംഘവും ഉള്ളത്. ആനയുടെ കൂടെ ഒരു കുട്ടി ഉള്ളതായും കാണപ്പെട്ടു. അപ്പോൾ കുട്ടി ആന ഉണ്ടെന്ന് ചുരുക്കം.
ക്യാമറ സൂം ചെയ്തപ്പോൾ മനസ്സിലായത് ഇടത്തെ വശത്തും വലത്തെ വശത്തും ഓരോ കുട്ടി വീതമുണ്ട്. ഒന്ന് നല്ല പ്രായം കുറവുമാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ ഒരു നാഷണൽ ജിയോഗ്രഫി ചാനലോ അല്ലെങ്കിൽ ഒരു അനിമൽ പ്ലാൻ ചാനലോ കാണുന്നത് പോലെ തോന്നുന്നു. ഇനിയുള്ള യാത്ര ആനയുടെ അടുക്കലേക്കാണ്. ആ കാണുന്ന മലയാണ് ഇനി കയറുന്നത്. അതും കയറി അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു മലയും കയറി ഇറങ്ങി വേണം ഉച്ചയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനായി മുല്ലപ്പെരിയാർ റിസർവറിൻ്റെ അടുത്തുള്ള കോട്ടേജിൽ എത്തുന്നത്. പലരുടെയും കാലുകൾ വേദനിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരും നടന്നുകൊണ്ടേയിരുന്നു. തൽക്കാലം അട്ടകളുടെ കടി നന്നേ കുറവായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നടക്കാൻ സാധിക്കുന്നു. ഇടയ്ക്കിടെ എൻ്റെ ലീച്ച് സോക്സും അഴിയുകയും ചെയ്യുന്നുണ്ട്. ഇനി അട്ടകളെ പേടിയുള്ളവർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ലീച്ചസ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏറ്റവും ലോ ലാൻഡ്സിലാണ്. അതായത് ഒന്നീ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഭാഗം അല്ലെങ്കിൽ പുൽത്തകടുകളിൽ മാത്രം. അതായത് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ അട്ടകളെ കാണാൻ കിട്ടാറ് തന്നെയില്ല. പെട്ടെന്ന് അവരെ ഒരു മലയണ്ണാനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മളെ കണ്ട് ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുകയാണ് അവൻ. നമ്മളിവരെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഇവർ കണ്ട് അലാമ്പുകൾ കൊടുത്തിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് നടന്ന് മുകളിൽ ചെന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് മറ്റൊരാൾ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പൊതുവെ ഇവർ ഒന്നിലധികം കൂടുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കൂടിലായിരിക്കും താമസമാക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നത്. പെട്ടെന്നാണ് ഇടത്തെ വശത്ത് ഒരു ചെറിയ ശബ്ദം. എന്തോ ചുള്ളി ഓടിക്കുന്നതോ അങ്ങനെ എന്തോ. ആനയല്ലെന്ന് ഉറപ്പിച്ചു. എങ്കിൽ കാറ്റയായിരിക്കാമെന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ ഒന്നിനെയും കാണാനും കഴിയുന്നില്ല എന്നൊരവസ്ഥ. താഴെ നിന്നും കയറി വരുന്ന ഫോറസ്റ്റ് ഗാർഡ് ഓഫീസറിന് ആകാശ് ബ്രോ സിഗ്നൽ കൊടുക്കുന്നു. അടുത്ത് എന്തോ ഉണ്ട്, നോക്കി കയറി വരും. കുറച്ച് കയറിയപ്പോൾ അതവരെ കാട്ടുകോഴിയുടെ തൂവൽ കിടക്കുന്നു. ഇനി ഇതിനെ എങ്ങാനും വല്ലതും പിടിക്കാൻ വല്ലതും വന്നതാണോ എന്നും അറിയില്ല. വീണ്ടും നല്ല സ്റ്റീപ്പ് ക്ലൈംസ് ആണ് അങ്ങോട്ട്. അത് മൊത്തം കയറി അങ്ങ് മുകളിൽ ചെന്നാൽ മാത്രമേ ആന നിൽക്കുന്ന സ്പോട്ട് കറക്റ്റ് കാണാനും പറ്റൂ. ഇതുകൊണ്ടൊക്കെ തന്നെ ആവണം ഇതിനൊരു ഹാർഡ് ട്രക്കിംഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം 12 മണിയാവാൻ പോകുന്നു. ആ കാണുന്ന മൗണ്ടൻ്റെ മുകളിൽ നിന്നാണ് ഈ കാണുന്ന മൗണ്ടൻ്റെ മുകളിൽ നിന്ന ആനയെ നാം കണ്ടത്. ഈ കാണുന്ന വഴികളിലൂടെ ഹൈക്ക് ചെയ്താണ് നമ്മളിപ്പോൾ ഈ മലയുടെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും കയറണം മുകളിലോട്ട്, അതും നല്ല സ്റ്റീപ്പ് ക്ലൈംബ്. അങ്ങനെ മുകളിലെത്തുന്ന താമസം മാത്രം. ദൂരെ അതാ നിൽക്കുന്നു 3 ആന. അതിൽ 2 കുട്ടികളും ഒരു പിടിയാനയും. തൊട്ടപ്പുറത്തായി ഒരാളെ കാണാം. ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് ആദ്യം ആനയെ കണ്ടത് തന്നെ. താഴെ കാണുന്ന റിസർവെയർ ഭാഗം മുല്ലപ്പെരിയാറിൻ്റേതുമാണ്. ആദ്യമേ കാണുമ്പോൾ വെറും 2 ആന കണ്ടിരുന്നത് ഇപ്പം അതിന് എണ്ണം കൂടി 3 ആനയായി മാറി. അപ്പുറത്തായി എന്തോ ഒന്നിനെ കണ്ടതായി ഗൈഡ് ശ്രദ്ധയിൽപ്പെടുത്തി. മറ്റൊന്നുമല്ല, നമ്മുടെ കാട്ടയാണത്, ദ ഇന്ത്യൻ ഗോൾ.
എല്ലാവരും പുല്ല് മേയുകയാണ് അവിടെ നിന്ന്. അങ്ങിങ്ങായി ഒന്ന് രണ്ടെണ്ണത്തിനെ കാണുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുമോയെന്നറിയില്ല, ഒരു പുള്ളിപ്പൊട്ട് പോലെ ആ പാറയുടെ ഏറ്റവും താഴെയായിട്ട് കൊമ്പുകൾ ഉയർത്തി ഒരാൾ നിൽക്കുന്നുണ്ട്. തിരിച്ച് ആനകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട താമസം മാത്രം. പെട്ടെന്ന് ആകാശത്തു കൂടി ബ്ലാക്ക് ഹെഡഡ് ഐബീസ് എന്ന് പറഞ്ഞ ബേഡ്സ് പറന്നു പോകുന്നത് കാണാം. ഇവയെ കശണ്ടിക്കൊക്കെ എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. കഴുത്തു മുതൽ തല വരെ രോമമില്ലാത്തത് കൊണ്ടാണ് ഇവയെ ഈ പേരിൽ അറിയപ്പെടുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഒരു 7 ആനയോളം അവർ നിൽക്കുന്നത് കാണാമായിരുന്നു. അതിൽ 2 മാസം പ്രായമുള്ളൊരു കുട്ടിയും ഏറ്റവും വലുതായിട്ട് ഒരു മോഴയാനയും. ആ ആനക്കൂട്ടത്തിൽ ഒരു കുട്ടിയാനയുണ്ട്. അതിനെ അമ്മയോടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഈ വഴിയെ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് കണ്ടാകണം അവരും തിരിച്ചു നടന്നു. പെട്ടെന്ന് കാട്ടിലെ ഒരു കൊമ്പൻ പ്രത്യക്ഷമായിരിക്കുന്നു. നമ്മളെ കണ്ടോ എന്ന് സംശയമുണ്ട്. അതിനെയും പറഞ്ഞു വിട്ട് താഴേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു. ഇനി മുല്ലപ്പെരിയാറിന്റെ റിസർവോയറിനടുത്തേക്കാണ് യാത്ര. ഈ കാണുന്ന ഭാഗത്തും ആനയുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കാം. മുല്ലപ്പെരിയാറിന്റെ റിസർവോയർ ലക്ഷ്യമാക്കി താഴേക്ക് വെച്ച് തിരിച്ചു. ഇവിടെ വെച്ചാണ് ലഞ്ചായി കൊണ്ടുവന്ന ഭക്ഷണം ഇനി കഴിക്കാൻ പോകുന്നത്. ഇത് മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയറിന്റെ ഒരു ഭാഗമാണ്. തൊട്ട് താഴെയായി ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അതിന്റെ ടിക്കറ്റ് വേറെ എടുക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന മറ്റു 2 പേർ ഇന്നലെ ഇവിടെ ഹാഫ് ഡേ ബോട്ടിങ്ങിന് ശേഷമാണ് ഇന്ന് ഫുൾ ഡേ ഹൈക്കിങ്ങിനായി കൂടെ വന്നത്. ഇതാണ് മുകളിൽ ഇരിക്കുമ്പോഴുള്ള റിസർവോയറിന്റെ വ്യൂ. അവരെയായി ബാമ്പു ബോട്ട്സും കാണാം. ഈ കാണുന്നതിൻ്റെ അകത്തുള്ളതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ച്. അതിൽ പുലാവ് പോലെ മറ്റെന്തോയോ, പിന്നെ ഒരു കടലക്കറിയും ഒരു സാൻഡ്വിച്ചും കാണും. അത് രാവിലെ കഴിക്കാനുള്ളതായിരുന്നു, ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചും ചുരുക്കം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ കുടിക്കാനായി വെള്ളം ലഭിക്കില്ല. കൊണ്ടുവരുന്ന വെള്ളം മാത്രമാണ് കുടിക്കാനായി കൊള്ളാവുന്നത്. ആ റിസർവോയർ വെള്ളത്തിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറയണ്ടല്ലോ. കഴിവതും അരുവികളിൽ നിന്നോ അല്ലെങ്കിൽ 2 ലിറ്ററിൽ അധികം കൂടുതൽ വെള്ളമോ കൊണ്ടുവരാൻ ശ്രമിക്കുക. പാക്കേജിന്റെ ഭാഗമായി ഫുഡിന്റെ കൂടെ 1 ലിറ്റർ വെള്ളം ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ഇത് സിദ്ധാർത്ഥ് ബ്രോ, ഭാവി വക്കീലാണ്. ശരി, അഡ്വഞ്ചർ എന്തൂസിയസ്റ്റ് ആണ്, എന്നാൽ ഒട്ടും കുറവുമല്ല. ഓൾറെഡി ഒരു റൗണ്ട് കറങ്ങിയിട്ടാണ് ഈ 2ാമത്തെ റൗണ്ട് ഇറങ്ങുന്നത്. ഉരുണ്ട് നല്ല തലകറക്കം ഉണ്ടെന്ന് തോന്നുന്നു, അതാവാൻ നിർത്തിയത്. ഈ കോട്ടയിൽ സ്റ്റേയും ഉള്ളതായി അറിയാൻ കഴിയും. 2 ഡേ ട്രക്കിങ്ങിന്റെ ഭാഗമായി വല്ലതും വരുമ്പോഴാവണം സ്റ്റേ പാക്കേജ് എടുക്കാൻ പറ്റുന്നത്. നിന്ന് പ്രതീക്ഷിക്കാതെ മറ്റൊരു അതിഥിയെ കൂടി കാണാൻ പറ്റി. മറ്റാരുമല്ല, ദി ഗ്രേറ്റ് ഹോൺബിൽസ്. നേരത്തെ കാണാൻ സാധിച്ചെങ്കിലും ഇപ്പോഴാണ് വ്യക്തമായി കാണാൻ ഒരുവിധം പറ്റിയത്. നിമിഷ നേരം കൊണ്ട് തന്നെ
അവ ആ റിസർവർ കടന്നു കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ച ശേഷം അവർ ഇറങ്ങി. അങ്ങ് ദൂരെ എന്തിനെയോ കണ്ടതായി കാർത്തിക് പറഞ്ഞു. കാര്യമായി സൂം ചെയ്ത് നോക്കിയിട്ടും ഒന്നും കാണാനും പറ്റിയില്ല. പിന്നെ മനസ്സിലായി അത് കിളിയോ ഒന്നുമല്ല, ഇതൊരു മരക്കുറ്റിയായിരുന്നു. കുറച്ചു നടന്നപ്പോഴത്തേക്കും കോഴി വേഴാമ്പലിനെ കാണാൻ കഴിയും. കോഴി വേഴാമ്പൽ സർവ്വസാധാരണമാണ്, അതിനെ കാണുന്ന വിചിത്രമായ കാര്യമല്ല. എന്നാലും പറ്റാവുന്ന രീതിയിലെല്ലാം ക്യാമറയിൽ പകർത്തി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മലബാർ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞൊരു കിളിയേയും കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ പറക്കുന്ന ഉറുമ്പൻ കൂട്. അതാ പറഞ്ഞ ഒരു കടുവയുടെ ഒരു ടെറിട്ടറി മാർക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടു. പുള്ളിക്കാരനുള്ള നീളമുള്ളതായിട്ട് തോന്നുന്നു, കണ്ടില്ലേ? ഒരാൾ പൊക്കത്തോളമാണ് ആ കടുവയുടെ ഉയരമെന്ന് പറഞ്ഞാൽ. അടുത്തെങ്ങാനും പുള്ളി ഇല്ല എന്നുള്ളൊരു വിശ്വാസത്താൽ ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഗോറായിട്ടുള്ള കാറ്റിയെ കണ്ടു തുടങ്ങിയത്. പാല് കുടിക്കുന്ന ഇപ്പുറത്താച്ചൊരു കുമ്പിനകത്ത് എൻ്റെ ഫോണി വന്നു നോക്കാം. വൈത്തിലോട്ട് അതിലൊരു മെയിലും ഉണ്ട്, പക്ഷെ അടൽറ്റല്ലെന്നേ ഉള്ളൂ. അതാ അത്ര സൈസ് തോന്നിക്കാത്തത്. പച്ചപ്പുല്ലുകൾ മാത്രം തിന്ന് ജീവിക്കുന്ന ഇവയെയാണ് ടൈഗറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. മിക്കവാറും ചുറ്റുപാടെങ്കിലും ടൈഗറിന്റെ സാന്നിധ്യവും കാണാൻ. ഇനിയിപ്പം ഈ വഴി പോകാൻ എന്തായാലും പറ്റില്ല. നേരത്തെ നമ്മൾ തിരിഞ്ഞ ആ ഒരു വാഹനം പോകുന്ന വഴിയായിരിക്കും തിരിച്ചിനി നടക്കാൻ പോകുന്നത്. ഇവിടെയും കടുവയുടെ സാന്നിധ്യം നന്നേ കൂടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അങ്ങ് അവിടെ ഒരു കരിങ്കുരങ്ങിനെ കാണാൻ സാധിച്ചു, പക്ഷെ ക്യാമറയിൽ അത്രത്തോളം വ്യക്തമായി പകർത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഹൈക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ കിളിയുടെ പേരറിയുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ.
പറ്റുമെങ്കിൽ ഈ കിളിയുടെയും കൂടി. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയെങ്കിലും ഒരു വിഷമമേ ഉള്ളായിരുന്നു. നല്ല കോടയോ മഴയോ കിട്ടിയിരുന്നില്ല. എന്നാൽ താഴെ ഇഞ്ഞ് വണ്ടിപ്പെരിയാറൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല കോടയുണ്ടായിരുന്നു. തട്ടയിക്കാനും പൈൻകാറിൽ കയറാമെന്ന് വിചാരിച്ചും തിരിഞ്ഞു വന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്കും അത് അടച്ചുപോയി. ഇനി പിന്നിരിക്കലാകാം.